ഹായ് മക്കളെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ അതാ നമ്മുടെ ആനുവൽ എക്സാം അല്ലേ, നമ്മുടെ വാർഷിക പരീക്ഷ ഇതാ ഇങ്ങ് എത്തി നിൽക്കാണ്. അപ്പൊ ഇന്ന് മിസ് എത്തിയിട്ടുള്ളത് 1-ാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കന്മാർക്ക് അവരുടെ എക്സാമിന് യൂസ്ഫുൾ ആവുന്ന ഒരു മുൻവർഷ പരീക്ഷാ ചോദ്യ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂട്ടുകാർക്ക് ഈ വർഷവും നിങ്ങളുടെ എക്സാമിന് ചോദിക്കേണ്ടായിരിക്കുക. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ പരീക്ഷയിലോട്ട് പോയാലോ? എല്ലാ മക്കളും റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് 1-2 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കൂട്ടുകാർക്ക് എക്സാമിന് ഉത്ഗ്രഥനം അഥവാ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു എക്സാം ഉണ്ടാവുക അല്ലെ. ഇന്റഗ്രേഷൻ 1-ാം ദിവസം 2-ാം ദിവസം അല്ലെ, Day 1 Day 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 എക്സാം ഉണ്ടായിരിക്കും. എന്താണ് മക്കളെ ഇന്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം എന്ന് പറയുന്നത്? നമ്മൾ മുന്നേ എക്സാം ഒക്കെ എഴുതിയത് കൊണ്ട് കൂട്ടുകാർക്ക് ഓൾറെഡി അറിയായിരിക്കും അല്ലെ. അതായത് നമ്മുടെ മലയാളം എന്ന സബ്ജക്റ്റും അതോടൊപ്പം തന്നെ ഗണിതം മാത്സ് എന്ന സബ്ജക്റ്റും രണ്ടും കൂടിയും ചേർന്നിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മാത്സിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കൂ അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്റഗ്രേഷൻ അഥവാ ഉത്ഗ്രഥനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാ മക്കളും റെഡി ആണല്ലോ? നമുക്ക് ആദ്യത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലെ. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കിക്കേ, ആടാം പാടാം വരയ്ക്കാം വായിക്കാം എന്നത്. ഒന്നുമല്ല മക്കളെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മനോഹരമായിട്ടുള്ള ചിത്രം തന്നിട്ടുള്ളത് കണ്ടോ മക്കളെ? എന്തൊക്കെയാണ് നമ്മുടെ ചിത്രത്തിലുള്ളത്? ഒരു കുട്ടി അവിടെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ മലയുടെ ചിത്രം കാണാം, പിന്നെ കുറെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം, പൂക്കൾക്ക് ചുറ്റും പൂമ്പാറ്റകൾ വട്ടമിട്ട് പറക്കുന്നത് കാണാം, അതുപോലെ തന്നെ ഒരു പട്ടം പറന്നു പോകുന്നതായിട്ട് കാണാം, ബലൂൺ പറക്കുന്നത് കാണാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ മേഘങ്ങൾക്കിടയിലായിട്ട് ഒരു മഴവില്ലും കാണാം അല്ലെ. ഇങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ മക്കളെ, അപ്പൊ കൂട്ടുകാർക്ക് നിങ്ങളുടെ എക്സാമിന് ഇത്തരത്തിലൊരു ചിത്രം തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മക്കളെടുത്ത് പറയും യോജിച്ച രീതിയിൽ ആ ഒരു ചിത്രത്തിന് നിറം നൽകി ഭംഗിയാക്കാനായിട്ട് പറയും. പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പൊ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കൂട്ടുകാർക്കും വളരെ ആക്റ്റീവായിട്ട് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷെ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ എല്ലാ എക്സാമിനും പോകുന്ന സമയത്ത് കളർ പെൻസിൽ നിർബന്ധമായിട്ടും കയ്യിൽ കരുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം, ഇവിടെ ഓരോ ചിത്രത്തിന് യോജിച്ച നിറം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം കളർ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് മഴവില്ലൊക്കെ തന്നിട്ടുണ്ട് അല്ലെ, റെയിൻബോ തന്നിട്ടുണ്ട്. അപ്പൊ റെയിൻബോയുടെ കളേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കളർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കേ, വായിക്കൂ നിറം നൽകൂ എന്നതാണ് ഈ ഒരു പ്രവർത്തനത്തിന്റെ പേര് കേട്ടോ. എന്താണ്? വായിക്കൂ നിറം നൽകൂ എന്നതാണ്. അപ്പൊ നമുക്ക് തൊട്ട് മുന്നേയുള്ള പ്രവർത്തനം എന്ത് തന്നെയായിരുന്നു? നിറം നൽകാനായിരുന്നു. പക്ഷെ അതേപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിറം നൽകാനായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല ഇത്. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഓരോന്നും വായിച്ചതിന് ശേഷം അതിനനുസരിച്ച് ആ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട് അവിടെ തന്നിട്ടുള്ള ചിത്രത്തിന് നിറം നൽകാനായിട്ട്. കൂട്ടുകാർക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ മിസ് ഓരോന്നായിട്ട് വായിക്കാം, അപ്പൊ കൂട്ടുകാർക്ക് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. ഓക്കെ മക്കളെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകണം. അപ്പൊ ചിത്രം നോക്കിക്കേ, അവിടെ നമുക്ക് കുറെ നക്ഷത്രങ്ങളുടെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലെ. വലിയ നക്ഷത്രമുണ്ട്, ചിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്, പൂ പോലെയുള്ള നക്ഷത്രമുണ്ട്, കുഞ്ഞു നക്ഷത്രങ്ങളുണ്ട് അല്ലെ, ചെറിയ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞത് എന്താണ്? ചെറിയ 2 നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടത്തിലുള്ള ചെറിയ നക്ഷത്രങ്ങൾ ഏതാ എന്നുള്ളത് കണ്ടെത്തണം. ഏതാണ് മക്കളെ? ഇതുമാണല്ലോ. അവയ്ക്ക് ഏത് കളറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, ചുവപ്പ് നിറമാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ പറഞ്ഞിട്ടുള്ള സെയിം കളർ തന്നെ ആ നക്ഷത്രത്തിന് കൊടുക്കണം കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യും? നല്ല ഭംഗിയാക്കിയിട്ട് ഓരോ ചിത്രത്തിനും കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പുറത്തേക്കൊന്നും പരക്കാതെ നല്ല രീതിയിൽ കളർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ചെയ്തു. ഇനി അടുത്ത കാര്യം എന്താണ്? വലിയ നക്ഷത്രത്തിന് നീല നിറമാണ് നൽകേണ്ടത്. ഇവിടെ ആരാണ്? ഇതാണ് വലിയ നക്ഷത്രം. അതിന് ഏത് നിറം നൽകാൻ പറഞ്ഞു നമ്മളടുത്ത്? യെസ്, നീല നിറമാണ് നൽകേണ്ടത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? നീല കളർ പെൻസിൽ എടുത്തിട്ട് വലിയ നക്ഷത്രത്തിന് ഏത് കളർ കൊടുക്കണം മക്കളെ?
യെസ്, ബ്ലൂ കളർ കൊടുക്കണം അല്ലെ, നീല കളർ കൊടുക്കണം. മിസ് കൊടുക്കുന്ന പോലെ ഒന്നും കൊടുക്കരുത്. മക്കള് നല്ല ഭംഗിയാക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് വലിയ നക്ഷത്രത്തിന് ഏത് കളർ കൊടുക്കുകയാണ്? ബ്ലൂ കളറ് കൊടുത്തു. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലെ. എന്താണ്? ചിരിക്കുന്ന നക്ഷത്രത്തിന് ഇഷ്ടമുള്ള നിറം നൽകണം. ഇവിടെ ദാ ചിരിക്കുന്ന നക്ഷത്രം ഉണ്ട് അല്ലെ. അപ്പൊ ആ ചിത്രത്തിന് ഏത് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിറം നൽകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കളുടെ ചോയ്സ് ആണ് കേട്ടോ. മിസ് ഇപ്പൊ ഇവിടെ ആ നക്ഷത്രത്തിന് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. മിസ്സിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഓറഞ്ച് കളർ. അതുകൊണ്ട് എന്ത് ചെയ്തു മിസ്? ഓറഞ്ച് കളറാണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓറഞ്ച് കളർ എന്ത് ചെയ്തു? ചിരിക്കുന്ന നക്ഷത്രത്തിന് മിസ് കൊടുത്തു. ക്ലിയർ? ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ് മക്കളെ? പൂവ് പോലുള്ള നക്ഷത്രം കണ്ടില്ലേ? അതിന്റെ നടുവിൽ മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് എന്ത്? പൂ പോലെയുള്ള നക്ഷത്രം. അതിന്റെ നടുവില് ഏത് കളർ കൊടുക്കണം? മഞ്ഞ നിറവും ഇതളുകൾക്ക് പച്ച നിറവും കൊടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം യെല്ലോ കളർ സെലക്ട് ചെയ്തു. നടുവിലാണ് നമ്മളടുത്ത് യെല്ലോ കളർ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മള് നടുവിലുള്ള ആ ഒരു വട്ടത്തിന് നമ്മൾ എന്ത് ചെയ്തു? യെല്ലോ കളർ കൊടുത്തു. ഇനി ഇതളുകൾക്ക് ഏത് കളർ കൊടുക്കണം മക്കളെ? ഗ്രീൻ കളർ വേണം കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീൻ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ഇതളിനോ ഗ്രീൻ കളറ് മക്കള് നൽകുക കേട്ടോ. പൂ പോലെയുള്ള നക്ഷത്രത്തിനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മുടെ അടുത്ത് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇത്രയും നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ വേണം മക്കൾ ചെയ്യാനായിട്ട്. ഇതും നമ്മുടെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിർദ്ദേശത്തിനനുസരിച്ച് ഇതുപോലെ നിറം നൽകാൻ മാത്രമല്ല, ചിലപ്പോൾ അതിലേക്ക് കൂടുതൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കാനായിട്ടും പറയണ്ടായിരിക്കും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, തരം തിരിക്കാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. നമുക്ക് എന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ നമ്മളെ പരിചയപ്പെട്ടുള്ള ഒത്തിരി വാഹനങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പേരുകളും തന്നിട്ടുണ്ട്. ആദ്യം തന്നെ മക്കള് ഓരോ വാഹനം ഏതാണ് എന്നുള്ളത് തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ വാഹനങ്ങൾ തന്നിട്ടുണ്ട്? ബസ്, തോണി, റോക്കറ്റ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിള്, വിമാനം, ലോറി, ബോട്ട്, തീവണ്ടി, കപ്പല്, ഹെലികോപ്റ്റർ അല്ലെ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വാഹനങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന് നമുക്ക് അവിടെ തന്നിട്ട് എന്താണ് മക്കളെ? കരയിലൂടെ. നമുക്കറിയാം അല്ലെ, നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കരയിലൂടെ പോകുന്നതുണ്ട്, ചിലതൊക്കെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട്, ചില വാഹനങ്ങളൊക്കെയോ മക്കളെ ആകാശത്തിലൂടെ പറന്നു പോകുന്നവയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഈ വാഹനങ്ങളെ തരംതിരിക്കാലോ. കരയിലൂടെ, പിന്നെ നമുക്ക് എന്ത് പറയാം മക്കളെ? യെസ്, വെള്ളത്തിലൂടെ അല്ലെ. കരയിലൂടെ പോകുന്നുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ പോകുന്നുണ്ട്, പിന്നെയോ മക്കളെ ആകാശത്തിലൂടെ പോകുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വായുവിലൂടെ പോകുന്ന വാഹനങ്ങളും ഉണ്ട്. അപ്പൊ ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വാഹനങ്ങളെ തരംതിരിക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കരയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ എന്നുള്ളത് നോക്കാം. ഏതൊക്കെയാണ് മക്കളെ? യെസ്, നമ്മുടെ ബസ് കരയിലൂടെ പോകുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് കരയിലൂടെ പോകുന്നവയിൽ നമുക്ക് ആദ്യം എന്ത് ചേർക്കാം? ബസ് ചേർക്കാം. പിന്നെ ഏതാണ് മക്കളെ? നമ്മുടെ മണ്ണുമാന്തി യന്ത്രം അല്ലെ. മണ്ണുമാന്തി യന്ത്രം എന്തിലൂടെയാണ് മക്കളെ? യെസ്, കരയിലൂടെ സഞ്ചരിക്കുന്നതാണ്. അടുത്തത് പിന്നെ ഏതാ മക്കളെ? നമ്മുടെ സൈക്കിള് അല്ലെ. നമ്മുടെ സൈക്കിള് കരയിലൂടെ പോകുന്നതാണ്. പിന്നെയോ നമ്മുടെ തീവണ്ടി കരയിലൂടെ പോകുന്ന ഒരു വാഹനമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലോറി അല്ലെ. ഇത്രയും വാഹനങ്ങൾ തന്നിട്ടുള്ളതിൽ ഇത്രയും വാഹനങ്ങള് കരയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ്. ഓക്കെ, ക്ലിയർ? ഇനി മക്കള് പറഞ്ഞ വെള്ളത്തിലൂടെ പോകുന്നവർ ആരൊക്കെയാണ്? യെസ്, നമ്മുടെ തോണി വെള്ളത്തിലൂടെ പോകുന്നതാണ്. നമ്മുടെ തോണി വെള്ളത്തിലൂടെ പോകുന്നതാണ്. പിന്നെയോ ബോട്ട് അല്ലെ. ബോട്ട് വെള്ളത്തിലൂടെ പോകുന്നതാണ്. അതുപോലെ നമ്മുടെ കപ്പല് അല്ലെ. കപ്പല് വെള്ളത്തിലൂടെ പോകുന്നതാണ്. അപ്പൊ തന്നിട്ടുള്ളവയിൽ ഇവ 3 വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ആകാശത്തിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെ പറന്നു പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ മക്കളെ? യെസ്, നമ്മുടെ റോക്കറ്റ് ഉണ്ട് അല്ലെ. നമ്മുടെ
റോക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വിമാനം അല്ലെ, നമ്മുടെ വിമാനം, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ. ഇവ മൂന്നും ആകാശത്തിലൂടെ പറക്കുന്ന വാഹനങ്ങളാണ്. ക്ലിയർ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിച്ചോളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ വാഹനങ്ങളുടെ പേര് തന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തരംതിരിക്കാൻ പറ്റൂലേ. ഇനി ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വാഹനങ്ങളുടെ പേര് തരാതെയും ചോദിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വാഹനങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഇനി അതിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ചക്രങ്ങൾ ഇല്ലാത്തൊരു വാഹനത്തിന്റെ പേര് എഴുതൂ എന്ന് പറയുന്നുണ്ട് അല്ലെ. ചക്രങ്ങൾ ഇല്ലാത്ത വാഹനം അപ്പൊ ഏതാണ് മക്കളെ? നമ്മുടെ തോണി തന്നെ നമുക്ക് എഴുതാം അല്ലെ. തോണിക്ക് ചക്രങ്ങളുടെ ആവശ്യം ഉണ്ടോ മക്കളെ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ തോണിയാണ് ചക്രങ്ങൾ ഇല്ലാത്ത ഒരു വാഹനം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. എങ്കിലും മക്കൾക്ക് കുറച്ച് പഠിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഓക്കെ, ക്ലിയർ മക്കളെ? അപ്പൊ നമ്മുടെ അടുത്ത ഒരു പ്രവർത്തനത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത പറയാനായിട്ടുണ്ട്. നമ്മുടെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 100 പേർക്ക് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് ഇനി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ മക്കൾക്കും മാസം വെറും 100 രൂപ മാത്രമാണ് വരുന്നത്. അപ്പൊ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. മറക്കണ്ട, ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് വായന, എഴുത്ത്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷിലുള്ള സംസാരം, അതുപോലെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ താല്പര്യമുള്ള മക്കൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോവാൻ. നോക്കിക്കേ, മുയൽ കണ്ട കാഴ്ചകൾ. ചിത്രം നോക്കി മുയൽ കണ്ട കാഴ്ചകൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതും നമ്മുടെ എക്സാമിന് പൊതുവെ കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്. ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് ഉള്ളത് മക്കളടുത്ത് എഴുതാനായിട്ട്. നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മുടെ മുയലും അതുപോലെ തന്നെ മുയലിനോടൊപ്പമുള്ള മറ്റു കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആ വിമാനത്തിലൂടെ പറന്നു പോവാണ് അല്ലെ. അപ്പൊ അവര് താഴേക്ക് നോക്കുന്നുണ്ട് അല്ലെ. മുയലിന്റെ കയ്യിൽ കണ്ടോ, എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് അവൻ നോക്കുന്നത് അല്ലെ. എന്താണ് ആ സാധനം? കൂട്ടുകാർക്ക് അറിയാവുന്ന മക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് പറയാട്ടെ, എന്താണ് ആ ഒരു സാധനത്തിന്റെ പേര് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാ, താഴേക്ക് നോക്കുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? 2 കുട്ടികൾ അവിടെ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? വല വീശി മീനിനെ പിടിക്കുന്നുണ്ട്. പിന്നെ പുഴയിലൂടെ ഒരു തോണി പോകുന്നുണ്ട്, അതിലൊരു തോണിക്കാരൻ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് മലയുണ്ട്, വയലുകളുണ്ട്, മരങ്ങളുണ്ട്, തെങ്ങുകളുണ്ട്, മേഘങ്ങളുണ്ട്, കുറേ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്, ഒരു വീടുണ്ട്. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം. അപ്പൊ അതെല്ലാം മക്കൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിന്റെ സ്കോർ ആയിട്ടുള്ള 5 മാർക്കും കിട്ടും. ഓക്കെ, അപ്പൊ മിസ് ജസ്റ്റ് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, കുറെ കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നു. ഒരു പുഴയുണ്ട്, വല വീശി മീൻ പിടിക്കുന്നു, വലിയ മലകളുണ്ട്, പക്ഷികൾ ആകാശത്ത് പറക്കുന്നു, വെളുത്ത മേഘങ്ങളുണ്ട്, ഉയർന്ന തെങ്ങുകളുണ്ട്, പച്ച നിറമുള്ള മരങ്ങളുണ്ട്, ചെറിയ വീടുകളുണ്ട്, പച്ച വയലുകളുണ്ട്, ഒരു തോണി പുഴയിലുണ്ട്, ഒരു തോണിക്കാരൻ തോണി തുഴഞ്ഞ് പോകുന്നു അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ചിത്രത്തിൽ കണ്ടിട്ടുള്ള ഒരുവിധം എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടാണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു ചിത്രമല്ല എങ്കിലും മറ്റേതെങ്കിലും ചിത്രം തന്നിട്ട് ഇതുപോലെ ആ ചിത്രത്തിലുള്ള കാഴ്ചകൾ എഴുതാനായിട്ട് പറയും. അപ്പൊ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിലുള്ള കുറച്ച് വാക്കുകളൊക്കെ മക്കൾ എഴുതാനായിട്ട് പഠിക്കണം. അതായത് നമുക്ക് ഏത് ചിത്രം തരികയാണെങ്കിലും അതിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പക്ഷികൾ പറക്കുന്നതായിട്ട് ഒരു പക്ഷെ ഏതൊരു ചിത്രം തന്നാലും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മേഘങ്ങള്, തെങ്ങുകള്, മരങ്ങള് കാണാൻ പറ്റും അല്ലെ. പിന്നെ അതുപോലെ തന്നെ വീട് അല്ലെ. ഒട്ടുമിക്ക ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വീട് കാണാൻ പറ്റും അല്ലെ. ഇങ്ങനെ കോമൺ ആയിട്ട് ഏതൊരു ചിത്രം തന്നാലും അതിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെയൊക്കെ പേരുകൾ മക്കൾ എന്ത് ചെയ്യാ, എഴുതാനായിട്ട് പഠിക്കുക. അപ്പൊ കുറച്ച് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിലും ഇപ്പൊ നോക്കിക്കേ, നമുക്ക് അവിടെ മരം എന്ന് നമുക്കറിയാം അല്ലെ. മരം എന്ന് നമ്മൾ എഴുതി പഠിച്ചു. അപ്പൊ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഉണ്ട് എന്നുള്ള വാക്കും കൂടി പഠിക്കാം. മരം എന്നും പഠിക്കാം, അതുപോലെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ, മരം ഉണ്ട് എന്ന് എഴുതാം അല്ലെ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം എന്ത് ചെയ്യാണ്, വീട് എന്ന് എഴുതാൻ പഠിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വാക്യം എന്ത് എഴുതാം,
ആ ചിത്രത്തിൽ എന്തുണ്ട്? വീടുണ്ട്. ഇനി പുഴ നമ്മൾ എഴുതാൻ പഠിച്ചു. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ പുഴ ഉണ്ട്. അപ്പൊ ഈ ഉണ്ട് എന്നുള്ള വാക്ക് എഴുതാനും പഠിക്കാം. അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഏതൊരു ചിത്രം തന്നാലും അതിൽ കാണാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ പേരുകൾ കൂടി എന്ത് ചെയ്യുക, മക്കളൊന്ന് പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. അത് നമുക്ക് ഇത്തരത്തിലുള്ള ഏതൊരു ചിത്രവും തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ പറയുമ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനിയും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് മക്കൾക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് മലയാളത്തിലുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു മക്കളെ? എല്ലാവർക്കും ആൻസർ പെട്ടെന്ന് തന്നെ പറയാനായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പെട്ടെന്ന് കൂട്ടുകാർക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്നുകൂടി നോക്കുക. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ മക്കളെ, എന്നിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ആപ്പിൽ ഈ ഒരു ക്ലാസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് എക്സാമിന് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം.